അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ രക്ഷയും നമുക്കെല്ലാവർക്കും അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങളാണ്. നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം വാട്സപ്പിൽ അദ്ദേഹത്തിന് ചില സൗണ്ടുകളും ചില കിതാബുകളുടെ പേജുകളുമൊക്കെ ആയിട്ട് ചില ചോദ്യങ്ങൾ, മുജാഹിദുകളെ കുഴക്കുന്ന ചില ചോദ്യങ്ങൾ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനുള്ള ചില മറുപടികളാണ് നമ്മൾ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. രക്ഷയുടെ വഴികളിലൂടെ എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ തലക്കെട്ട്. തീർച്ചയായിട്ടും പരലോകത്ത് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷ കിട്ടണമെങ്കിൽ കലർപ്പില്ലാത്ത തൗഹീദ് വേണം. ശുദ്ധമായ ഏകദൈവ വിശ്വാസികളായി മാറേണ്ടതുണ്ട്. അങ്ങനെ കലർപ്പില്ലാത്ത തൗഹീദിൻ്റെ വക്താക്കളായി ജീവിക്കണം എങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ തൗഹീദ്, കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന തൗഹീദ്, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു സുഹൃത്ത് വന്നിട്ട് പല കാര്യങ്ങളും എഴുന്നള്ളിക്കുന്നുണ്ട്. അതിനു മുമ്പായി ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ നാട്ടിലുള്ള സമസ്തക്കാർ അവരുടെ സംസാരങ്ങൾ കേട്ടാൽ, അവരുടെ വാദമുഖങ്ങൾ കേട്ടാൽ ഏതൊരു മനുഷ്യനും, ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടുക, ഇവരുടെ സംസാരം കേട്ടുകഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന വലിയകളോടും സാലിഹീങ്ങളോടും വിളിച്ച് ഇസ്തിഗാസ നടത്തുവാനും തവസ്സുൽ നടത്തുവാനുമാണ് എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. പ്രിയമുള്ളവരെ, ലോകത്ത് അമ്പിയാക്കളും മുർസലീങ്ങളും കടന്നു വന്നത്, അവർ കടന്നു വന്നതും ഇവിടെ ജനങ്ങളെ നിങ്ങൾ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് തേടിക്കോളൂ, അതുപോലെ തന്നെ ജാറങ്ങളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെയും ഔലിയാക്കളെയും ശുഹദാക്കളെയും വിളിച്ച് തേടിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് തോന്നും. ഹേ സമസ്തക്കാരാ, നിങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കണം. നിങ്ങളുടെ കണ്ണ് തുറന്ന്, കൽബ് തുറന്ന്, യാതൊരു മുൻവിധിയുമില്ലാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് അമ്പിയാക്കൾ മുർസലീങ്ങൾ കടന്നു വന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നിയോഗിച്ചു. എന്തിനാ നിയോഗിച്ചതെന്നോ, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൂതന്മാരെ തീർച്ചയായും നിയോഗിച്ചിട്ടുണ്ട്. ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇബാദത്തുകൾ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കപ്പെടുന്ന എല്ലാ ജാറങ്ങളും, അതുപോലെ തന്നെ വിഗ്രഹങ്ങളും ബിംബങ്ങളും ജിന്നും മലക്കും, ഇതിനൊക്കെ നിങ്ങൾ വെടിയണം എന്നുള്ളതാണ്. അവക്കൊന്നും ആരാധന ലഭിക്കാനുള്ള അർഹതയില്ല. ഇബാദത്തിൻ്റെ ഏതെങ്കിലും അംശങ്ങൾ അവർക്ക് ലഭ്യമാകാൻ ഒരു അർഹതയുമില്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് അമ്പിയാക്കൾ കടന്നു വന്നിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ.
മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലുമാരെയും ഒരു ദൂതന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്ക് നാം വഹി നൽകിക്കൊണ്ടല്ലാതെ. എന്താണ് വഹിയെന്നോ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, തീർച്ചയായും കാര്യം ആരാധനക്ക് അർഹതപ്പെട്ടവനായി, ഇബാദത്തിന് അർഹതപ്പെട്ടവനായി കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ. അതിനാൽ ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാതെ ഒരു പ്രവാചകനും കടന്നു പോയിട്ടില്ല. ഇതാണ് ലോകത്ത് എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളുമൊക്കെ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം മുസ്ലിയാർ പോലും അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള തെളിവായിട്ട് ഉദ്ധരിച്ച ആയത്തുണ്ടല്ലോ, ആ ആയത്തെങ്കിലും ഈ നാട്ടിലുള്ള സമസ്തക്കാരെന്ന് പഠിക്കണം. എന്താണ് ആ ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സുഖ്റുഫിലെ ഒരായത്താണത്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാൻ ആലിഹതൻ യുഅബദൂൻ. ഇതൊന്ന് പഠിക്കണം സമസ്തക്കാരാ. നിങ്ങളുടെ നേതാവ് അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടിയിട്ട് കൊട്ടപ്പുറം സംവാദത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറ സുഖ്റുഫിലെ 45-ാമത്തെ വചനമാണ്. എന്താണ് ആയത്ത്? വസ്അൽ മൻ അർസൽനാ. കാന്തപുരം മോദിയത് അത് വരെയാ. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവരെ നാം നിയോഗിച്ചിട്ടുണ്ടല്ലോ, അവരോട് തേടിക്കോ, അവരോട് ചോദിച്ചോ എന്നുള്ളതാ കാന്തപുരം മോദിയത്. എന്നിട്ടോ മുഴുവനായിട്ട് ഓതണം, പഠിക്കണം, മനസ്സിലാക്കണം. എന്താ അത്? മുമ്പ് മുഹമ്മദ് നബിയെ താങ്കളുടെ മുമ്പ് നിയോഗിച്ചിട്ടുള്ള റസൂലുകളോട് നാം അവരോട് ചോദിക്കുക എന്ത്? അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹ, പരമകാരുണികനായ റബ്ബുൽ ഇസ്സത്തിന് പുറമെ ആരാധ്യന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ടോ? യുഅബദൂൻ, ആരാധിക്കപ്പെടുവാനായിട്ട് ആരാധ്യന്മാരെ പരമകാരുണികന് പുറമെ നാം നിയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് വളരെ വ്യക്തമാണ്. ഇസ്ലാമിൻ്റെ അടിത്തറ ഏകദൈവ വിശ്വാസമാണ്. ഏകനായ റബ്ബിനോട് മാത്രമേ വിളിച്ചു തേടാൻ വേണ്ടി പാടുള്ളൂ. അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടമാ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. അഥവാ ഇസ്തിഗാസ അവനോട് മാത്രമേ പാടുള്ളൂ. ഇതാണ് ഇസ്ലാമിൻ്റെ മർമ്മം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലായി ഇത് പഠിപ്പിക്കുന്നത്. ഈ സമസ്തക്കാരന് ഇതൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഏതെങ്കിലും ഒരായത്തിൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുവാനോ അവരോട് ഇസ്തിഗാസ നടത്തുവാനോ പറയുന്ന ഒരായത്ത് ഉദ്ധരിക്കുവാനോ പറയുവാനോ ഇവർക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. പ്രിയമുള്ളവരെ, അല്ലാഹു തആല വിധിച്ചു, അല്ലാഹു തആല പഠിപ്പിച്ചു, റസൂലുകളെ നിയോഗിച്ചു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനെ അല്ലാതെ ആരാധിക്കരുതെന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ. അതാണ് റബ്ബ് നിന്റെ രക്ഷിതാവ് വിധിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ആ റബ്ബിനെ കൈവിട്ടുകൊണ്ട് മറ്റുള്ള ജിന്ന്, മലക്ക് പോലെയുള്ള ആൾ ദൈവങ്ങൾ അടക്കമുള്ള മൺമറഞ്ഞ ആളുകളുടെ ശവകുടീരങ്ങൾ ഉണ്ടാക്കി അവിടെ പോയി തവാഫ് ചെയ്ത് സുജൂദ് ചെയ്ത് അവിടെ ഭജനമിരുന്ന് അവിടെ നേർച്ചകൾ അർപ്പിച്ച് അവിടെ പൊട്ടിക്കരഞ്ഞ് സങ്കടങ്ങൾ ബോധിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പറയാനുള്ളത് ഒരു സംശയവും വേണ്ട, ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ടല്ലോ,
അവർ മാലയും മൗലൂദും അതുപോലെ ജാറങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ യാറം എന്നാ പറയുക, മഹാന്മാരുടെ യാറം എന്നാ പറയുക. ആരായി മഹാന്മാർ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഇസ്ലാമിക ശരീഅത്തുമായി യാതൊരു ബന്ധവുമില്ല, മോതിരവും മാലയും ധരിക്കാറുണ്ടായിരുന്ന, ഔറത്ത് പോലും മറക്കാതിരുന്ന എത്രയോ ആളുകളെയാണ് ഇവർ ഔലിയാക്കൾ എന്ന് പറയുന്നത്, കുതുബുൽ ആലം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, CM മടവൂരിനെ സംബന്ധിച്ച് കുതുബുൽ ആലം എന്നാണ് കാന്തപുരം സമസ്തയുടെ ആളുകൾ പറയുന്നത്. എന്നാൽ അതിലൊരു വിഭാഗം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് ഈ CM മടവൂരിൻ്റെ അവസ്ഥ? അദ്ദേഹം പലപ്പോഴും ട്രൗസർ മാത്രം ധരിച്ചാണ് നടക്കാറുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഔറത്ത് പോലും കൃത്യമായി മറക്കാറുണ്ടായിരുന്നില്ല എന്നർത്ഥം. അദ്ദേഹം സ്വർണത്തിൻ്റെ മോതിരമോ സ്വർണത്തിൻ്റെ മാലയോ ഒക്കെ ധരിക്കാറുണ്ടായിരുന്ന, എന്ത് ധരിച്ചാലും, മോതിരം ധരിച്ചാലും മാല ധരിച്ചാലും അതൊക്കെ എന്താണ്? ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഇവരുടെ ഔലിയ എന്ന് പറയുന്ന മഹാൻ തന്നെ ഇസ്ലാമിൻ്റെ ശരീഅത്തിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളെ കാറ്റിൽ പറത്തിയിട്ടുള്ള ആളുകളാണെന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്താൻ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രം ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. ചരിത്രമല്ല, മദ്ഹാണ് എഴുതിയിട്ടുള്ളത്. ആ മദ്ഹിൽ പറയുന്നത് എന്താണെന്ന് അറിയുമോ? എന്താ അതിൻ്റെ മദ്ഹിൽ പറയുന്നത്? ഈ CM മടവൂർ എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, അദ്ദേഹം, പ്രിയമുള്ള സഹോദരങ്ങളെ, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാതെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെയാണ് ഒരു ഔലിയയുടെ അവസ്ഥ. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ എത്രയോ മാനസിക രോഗികൾ പറയുന്നത് പിച്ചും പേയും പറഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിലൂടെ നടക്കുകയും വാഹനങ്ങളും അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കാക്കിക്കൊണ്ട് റോഡ് മുറിച്ച് കിടക്കുന്ന തനി മാനസിക രോഗികളായ ആളുകൾ ഇവർ പറയുന്നത് അവരൊക്കെ ഔലിയാക്കളാണ് എന്നുള്ളതാ. എന്നിട്ട് അതിനൊരു പേരെന്താ? അവരൊക്കെ ജദ്ബിൻ്റെ ഹാലിലാണ് എന്നുള്ളത്. ഇങ്ങനെ ജദ്ബിൻ്റെ ഹാലിലായിട്ടുള്ള ഒരു ഔലിയെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതായി തെളിയിക്കാമോ സമസ്തക്കാരാ? കഴിയുമോ നിങ്ങൾക്ക്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സച്ചരിതരായ 4 ഖലീഫമാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ മജ്ദൂബായ വലിയകൾ, അവരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അവരൊക്കെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, ദീനിൻ്റെ ഷിആറുകൾ അംഗീകരിക്കുന്ന, ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമായി അംഗീകരിച്ചിട്ടുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ആളുകളുണ്ടല്ലോ, ഇവരിങ്ങനെ ആകെ ഇവർക്ക് പറയാനുള്ളത് എന്താ? അള്ളാ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇവർ മമ്പുറം തങ്ങളെ, ബദരീങ്ങളെ, ഓച്ചിറ ഉപ്പാപ്പ എന്നിങ്ങനെ വിളിക്കാനാണ് ഇവർക്ക് ഇഷ്ടം. ഇവര് മാലകളും മൗലീദുകളും ഇഷ്ടം പോലെ ചെല്ലുകയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളുലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു. ഇങ്ങനെയുള്ള ഒരുപാട് വചനങ്ങൾ. എന്താണ് അതിൽ പറയുന്നത്? മുത്ത് നബിയോട് ദുആ ചെയ്യാ, പാപങ്ങൾ പൊറുക്കാൻ. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് നമസ്കാരത്തിൽ പോലും. സമസ്തക്കാരാ മനസ്സിലാക്കിക്കോ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ. അള്ളാഹുവേ, ഞാനിതാ എൻ്റെ നഫ്സിനോട് ഏറെയേറെ അക്രമങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുള്ള, റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചിട്ടുള്ള മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ? അല്ലാഹുവല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കുവാൻ? അപ്പോൾ അള്ളാഹുവിന് മാത്രമേ പാപങ്ങൾ പൊറുക്കാൻ കഴിയുകയുള്ളൂ. അവനോടാണ് ഇസ്തിഗ്ഫാറിനെ തേടേണ്ടത്.
പക്ഷേ സമസ്തക്കാരൻ എന്ത് ചെയ്യുന്നു? ഖുർആനൊക്കെ വലിച്ചെറിഞ്ഞ് മൗലീദിൻ്റെ കിതാബ് എടുത്ത്, സബീന കിതാബ് എടുത്തിട്ട് മുത്ത് നബിയോട് തേടുകയാണ്. മുത്ത് നബിയോടാ അവന് ദുആ ചെയ്യുന്നത്, അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ. മുത്ത് നബിയോടാ ഇസ്തിഗ്ഫാറിനെ തേടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമസ്തക്കാരുടെ അവസ്ഥ, അവരുടെ ബുദ്ധി അവർ പണയം വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താ? ഖുർആൻ അവരിങ്ങനെ ഓതാറുണ്ട് എങ്കിലും അതും പല ഭൗതികമായ നേട്ടങ്ങൾക്കൊക്കെയാണ് അവർ ഓതാറുള്ളത്. മരിച്ചയിടത്ത് ഓതുക, കബറിൻ്റെ മുകളിൽ ഇരുന്ന് ഓതുക, പെണ്ണ് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഓതുക, അങ്ങനെയൊക്കെയുള്ള ഓത്ത്. ആ ഓതൽ എന്തിനാ? പൈസ കിട്ടാനാണ്, മുസ്ലിയാർക്ക് പണം വാങ്ങാനാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അത് നന്നായി പഠിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കാൻ ഈ സഹോദരങ്ങൾ തയ്യാറുണ്ടോ? പ്രിയപ്പെട്ട സമസ്ത സഹോദര, വിനയത്തോടുകൂടെ പറയട്ടെ, അള്ളാഹു താങ്കൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. മഹാനായ പരിശുദ്ധനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജിന്നിലെ ഒരു ആയത്ത് പഠിപ്പിക്കുകയാണ്. എന്താണ് ആയത്തെന്നറിയാമോ? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പ്രവാചകരെ പറയുക, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. വ അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ തീർച്ചയായും റബ്ബുൽ ഇസ്സത്തിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു തേടരുത്. കണ്ടോ, മുത്തുനബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നടന്നാൽ പോരാ. ഞാൻ സമസ്തക്കാരനാണ്, സമസ്ത കേരള ജമിയത്തുൽമയാണ്, ഞാൻ AP ഉസ്താദിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ഖുർആൻ മനസ്സിലാക്കണം. എന്താ ഖുർആൻ പറയുന്നത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. സമസ്തക്കാരനെ അനങ്ങ വിളിക്കുക, CM മടവൂരിനെയോ അല്ലെങ്കിൽ ഓച്ചിറ ഉപ്പാപ്പയെയോ വേങ്ങര കോയപ്പാപ്പയെയോ മമ്പുറം തങ്ങളെയോ ബദരീങ്ങളെയോ മുഹയ്യദ്ദീൻ ഷെയ്ഖിനെയോ ഒക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, റബ്ബിനെ വിളിച്ച് തേടൂ. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു സുഹൃത്ത്, ഒരു സമസ്തക്കാരൻ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതോ മുസ്ലിയാർ കൊടുത്തിട്ടുള്ള ചില കിതാബുകളുടെ പേജുകളുണ്ട്. ആ പേജുകളും അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊരു മുജാഹിദിന് ഉത്തരം ചെയ്യാൻ കഴിയില്ല, ഒരു മുജാഹിദിനും ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ച് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് ചിരിച്ച് സന്തോഷത്തോടുകൂടെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്, പ്രിയമുള്ളവരെ, ഒരു ചെറുക്കൻ അവനിങ്ങനെ കടന്നു വരിക. അവൻ്റെ കയ്യിൽ 1000-ൻ്റെ നോട്ടുണ്ട്. 1000-ൻ്റെ നോട്ടുമായിട്ട് അദ്ദേഹം കടയിൽ ചെന്നപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ നോക്കുമ്പോൾ ക്യാഷ് കൊടുത്തപ്പോൾ ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന ആൾക്കൊരു സംശയം, 1000-ൻ്റെ നല്ല നോട്ട്, ഇതിനെന്തോ ഒരു പന്തികേടുണ്ട്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണത് കള്ള നോട്ടാണെന്ന് മനസ്സിലായത്. അവസാനം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ച സഹോദരന് പച്ച വെള്ളം പോലും വാങ്ങാൻ കഴിയാതെ ഇളിഭ്യനും പരാജിതനുമായിക്കൊണ്ട് അവിടുന്ന് മടങ്ങണ്ടായി എന്നതുപോലെ ഈ സുഹൃത്ത് കൊണ്ടുവന്ന തെളിവുകളുടെ അവസ്ഥ അങ്ങേയറ്റം ഒന്നിനും കൊള്ളതാണ്. പ്രിയമുള്ളവരെ, എന്താ കാരണമെന്നറിയോ? ഒരു സമസ്തക്കാരനാകട്ടെ സമസ്തക്കാരനല്ലാത്തവനാകട്ടെ ഖിയാമത്ത് നാളോളം അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വഹീഹായ തിരുസുന്നത്തിൽ നിന്നോ ഒരു തെളിവും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയുക മാത്രമല്ല, അല്ലാഹു തആല പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ,
ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ മറ്റുള്ള ആരാധ്യന്മാരോട് ദുആ ചെയ്യുന്നവരെ ലാ ബുർഹാന ലഹു ബിഹി, അതിനൊരു തെളിവുമില്ല, അതിനൊരു പ്രമാണവുമില്ല. അതുകൊണ്ട് പേജുകൾ കൊണ്ടുവന്നിട്ടുള്ള സഹോദര, നിങ്ങൾക്ക് ബദരീങ്ങളെ വിളിച്ചു തേടാൻ, മമ്പുറന്തങ്ങളെ വിളിച്ചു തേടാൻ, ഓച്ചിറ ഉപ്പാപ്പയെ വിളിച്ചു തേടാൻ, അജ്മീറിലെയോ താഗൂരിലെയോ അതുപോലെ മുത്തുപ്പേട്ടയിലെയോ മുനമ്പത്ത ബീവിയെയോ CM മടവൂരിനെയോ വേങ്ങര കോയപ്പാപ്പയെയോ വിളിച്ചു തേടാൻ ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി കൊണ്ട് പറയുകയാണ്. വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, അതിനൊരു തെളിവുമില്ല. പിന്നെ എന്താ നിങ്ങൾ കൊണ്ടുവന്ന തെളിവ്? അതൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവർ. ഇദ്ദേഹം കൊണ്ടുവന്ന തെളിവ്, ഒരു തെളിവ് എന്താ പറയുക നിങ്ങൾ? അതായത് ഒരു കിതാബിലുണ്ട്, മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന് പറയുന്ന ആള്, സഹോദരങ്ങളെ, അദ്ദേഹം ഒരു പ്രമുഖനായ താബിയായിരുന്നു എന്നാണ് ഈ മുസ്ലിയാരുട്ടി പറയുന്നത്. ഈ മുസ്ലിയാരുട്ടിക്ക് ഏതോ ഒരു ഉസ്താദ് എഴുതി കൊടുത്തതാണെന്ന് തോന്നുന്നു. മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ ആള് താബി ആയിരുന്നു എന്നും അങ്ങനെ അദ്ദേഹം കടം വന്ന ഒരു ഘട്ടത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് കടക്കാരനായിട്ട് ആ ഒരു പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലിൻ്റെ ഖബറിൻ്റെ അരികിൽ വന്നു. ആ ഖബറിൻ്റെ അരികിൽ വന്നിട്ട് ആ സഹോദരന് മുഹമ്മദ് ബിൻ മുൻകദിർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത് സുഹൃത്തുക്കളെ? അത് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത് ആ രക്ഷ തേടി എന്നാണ്. വസാബ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പറയാ. എന്താണ്? പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് വസാബ ഫിൽ മസ്ജിദി മുതലവ്വിദൻ ബിഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ വബിമിംബരിഹി മറ. പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്നിട്ട് ആ പ്രവാചകനോട് രക്ഷ തേടി എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് ദീനാറ് കിട്ടി എന്നുള്ളതാണ് സംഭവം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിങ്ങനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഇങ്ങനെ പറയുകയാണ്. ആ സുഹൃത്ത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നാണ് പറയാനുള്ളത്. സുഹൃത്തെ, നിങ്ങളുടെ കയ്യിൽ കള്ളനോട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഹുജ്ജത്തല്ല, തെളിവല്ല എന്നാണ് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ നിന്നൊരായത്ത്, സ്വഹീഹായൊരു ഹദീസ്, അള്ളാഹുവിന് പുറമെയുള്ള അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ ജിന്നുകളെയോ മലക്കുകളെയോ വിളിച്ച് സഹായം തേടാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല സുഹൃത്തെ. നിങ്ങൾ കൊണ്ടുവന്നത് എന്താ? നിങ്ങൾ കൊണ്ടുവന്നൊരു കാര്യം, പ്രവാചകന്റെ മരണശേഷം പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് ഒരു താബിഈ ചെയ്തു പറയുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇത് ഖുർആനാണോ? പറയൂ സമസ്തക്കാരാ, ഇത് ഖുർആനാണോ? ഒരിക്കലുമല്ല. ഇത് ഹബീബായ മുഹമ്മദ് നബി തങ്ങളുടെ വചനമാണോ? അവിടുന്ന് പറഞ്ഞതാണോ? ഒരിക്കലുമല്ല. അപ്പൊ ഖുർആനല്ല, ഹദീസല്ല, പിന്നെ എന്താണ്? ഇത് ഒരു താബിആയ മനുഷ്യന്റെ പ്രവർത്തനമാണ്. ഇത് ഖുർആനല്ല, ഹദീസല്ല, തെളിവല്ല. സ്വഹാബിയുടെ വാക്കാണെങ്കിൽ പോലും മനസ്സിലാക്കണം. ഖൗലു സ്വഹാബി ലൈസ ബിഹുജ്ജ. നിങ്ങൾ ഷാഫി മദ്ഹബുകാരനാണെന്നാണല്ലോ പറയുന്നത്. ഞാനും ഷാഫി മദ്ഹബുകാരനാണ് എന്ന് എല്ലാ സമസ്തക്കാരും പറയുന്നു. AP സമസ്തക്കാരനും EK സമസ്തക്കാരനും സംസ്ഥാന സമസ്തക്കാരനും ഒക്കെ പറയുന്നു ഞാൻ ഷാഫി മദ്ഹബുകാരനാണെന്ന്. എന്താ ഷാഫി മദ്ഹബിൽ പറയുന്നത്? ഖൗലു സ്വഹാബി ലൈസ ബിഹുജ്ജ. സ്വഹാബി, അല്ലാഹു തആല ഖുർആനിൽ റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്വഹാബിയുടെ വാക്ക് പോലും ദീനിൽ തെളിവല്ല എന്നാ. എന്നിട്ടാണ് ഒരു താബിഈ, ആ താബിഈ ചെയ്ത സംഭവം, ഇത് നബിന്റെ മരണശേഷ ഈ സംഭവം സഹീഹാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെ പ്രവാചകന്റെ മരണശേഷ ആയത്തല്ല, ഹദീസല്ല, സ്വഹാബി പോലുമല്ല. അപ്പം അതുകൊണ്ട് ഇത് തെളിവല്ല സുഹൃത്തെ. നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു തേടാൻ ഇതുപോലെയുള്ള എട്ടുകാലി വലയേക്കാൾ ദുർബലമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
അറിയോ നിങ്ങൾ? ഈ ഹദീസ് ഒരു കിതാബുണ്ട്, അഹാദീസുൻ യഹ്തജ്ജു ബിഹ ഷിയാക്കള് തെളിവ് പിടിക്കുന്ന ഹദീസുകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? ഷിയാക്കളുണ്ടല്ലോ, ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്ന, ഖബറുകൾക്ക് തവാഫ് ചെയ്യുന്ന, അങ്ങനെ തനി ഷിർക്ക് ചെയ്യുന്ന ആ ഷിയാക്കൾ പോലും തെളിവ് പിടിക്കുന്ന സംഭവമാണിത്. മനസ്സിലായല്ലോ? ആ സംഭവമാണ് മുജാഹിദുകളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. സുഹൃത്തെ, ഇതൊക്കെ വലിച്ചെറിയുക. അത് മാത്രമാണ് നിങ്ങളോട് സ്നേഹപുരസ്സരം പറയാനുള്ളത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് വരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്ക് വരൂ. മറ്റൊന്ന് പ്രിയമുള്ളവരെ, ഇദ്ദേഹം കൊണ്ടുവന്ന തെളിവ് എന്താ അറിയുങ്ങൾ? അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം കൊണ്ടുവന്ന തെളിവ് അതാണ്, അത് രസകരമാണ് സംഭവം. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നബിയു ഔലാ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അഹ്സാബിൽ തന്നെ ആ ആയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, ഒരു ഹദീസുണ്ട്. ആ ഹദീസാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്ന സംഭവം. സുഹൃത്തെ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ആ സംഭവം അതാണ് ഇദ്ദേഹം തെളിവായിട്ട് കൊണ്ടുവരുന്നത്. ആ ഹദീസിൻ്റെ ഇടക്ക് ഫദ്ഊനി അന വലിയുഹു എന്ന് കാണാം. അതാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അപ്പോൾ ഈ മുസ്ലിയാരുട്ടി അദ്ദേഹം ചിന്തിക്കുക, എന്താണ് ഈ ഹദീസ് ഏത് ബാബിലാണ് ഇമാം മുസ്ലിം കൊടുത്തിട്ടുള്ളത്? അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്താം, അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ബാബിലാണോ സുഹൃത്തേ? ആണോ? ഒരിക്കലുമല്ല. പിന്നെ ഏത് ബാബിലാ? ബാബുമൻ തറക മാലൻ ഫലിവറസതിഹി. എഴുതി വച്ചോ, ഇതൊന്നും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ള ഉസ്താദ്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആ ഹദീസ് എന്തിൻ്റെ ഏത് ബാബിലാണ്? ബാബുമൻ തറക മാലൻ ഫലിവറസതിഹി. തൻ്റെ അനന്തരാവകാശികൾക്ക് സമ്പത്ത് വിട്ടേച്ച് മരണപ്പെട്ടു പോയവരെ കുറിച്ചുള്ള അധ്യായം, അതിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇതിൻ്റെ ഷറഹൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. മുഹദ്ദിസുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ സുഹൃത്തുക്കളെ. ഇത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഇത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള പ്രാർത്ഥനയാണോ, അതിനുള്ള തെളിവാണോ എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. പെട്ടെന്ന് ആ ഇസ്തിഗാസക്ക് തെളിവ് കിട്ടി, മമ്പുറങ്ങളെ വിളിച്ചു തേടാൻ തെളിവ് കിട്ടി, CM മടവൂരിനെ വിളിച്ചു തേടാൻ തെളിവ് കിട്ടി, അവരോട് ഇസ്തിഗാസ നടത്താനുള്ള തെളിവ് കിട്ടി, മുജാഹിദുകളെ മുട്ടുകുത്തിക്കാം എന്നുള്ള ധാരണയുണ്ട് എങ്കിൽ സുഹൃത്തെ, ഇതിൻ്റെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കണം. എന്താണത്? ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടമുള്ള ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ കൂട്ടാക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ ഈ ആയത്ത് അവതീർണമായപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? പറഞ്ഞു, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫമൻ തൂഫിയ വഅലൈഹി ദൈനുൻ ഫഅലയ്യ ഖലാഉഹു വമൻ തറക മാലൻ ഫഹുവ ലിവറസതിഹി. അതായത് വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ ഏറ്റവും അവകാശപ്പെട്ടത് എന്നോടാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. എന്നിട്ട് ആരെങ്കിലും കടക്കാരനായി മരണപ്പെട്ടാൽ ആ കടം ഫഅലയ്യ ഖലാഉഹു, ഞാനത് വീട്ടും എന്നാണ് നബി ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ. വമൻ തറക മാലൻ, ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചാലോ ഫഹുവ ലിവറസതിഹി, അത് അവൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാകുന്നു. ഇതാണ് സംഭവം. ഇതെങ്ങനെ ബദരീങ്ങളെ വിളിച്ചു തേടാൻ തെളിവാകുക? ഇതെങ്ങനെ പ്രിയമുള്ളവരെ മമ്പുറന്തങ്ങളെ വിളിച്ചു തേടാൻ തെളിവാകുക? ഇതെങ്ങനെയാണ് ഓച്ചിറവുപ്പാപ്പയെ വിളിച്ചു തേടാനുള്ള തെളിവാകുക? ഇതിൻ്റെ ഷറഹിൽ ഇമാം നവവി തങ്ങൾ ഷാഫി മദ്ഹബുകാരനാണല്ലോ, സമസ്തക്കാരാ നിങ്ങളുടെ മദ്ഹബിൻ്റെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ രേഖപ്പെടുന്നത്? അദ്ദേഹം പറയും, കാന യഖ്ലിഹി മിൻ മാലി മസാലിഹിൽ മുസ്ലിമീൻ വഖീല മിൻ ഖാലിസി മാലി നഫ്സിഹി. അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് പണമെടുത്തുകൊണ്ട് നബി തങ്ങൾ വീട്ടാറുണ്ടായിരുന്നു. ഇതുപോലെ കടക്കാരനായി മരിക്കുന്ന ആളുകളുടെ കടം
അല്ലെങ്കിൽ സ്വന്തം സമ്പത്തിൽ നിന്ന്, പ്രവാചകന്റെ സ്വന്തം സമ്പത്തിൽ നിന്ന് പണമെടുത്തിട്ട് ഇങ്ങനെയുള്ള കടങ്ങൾ വീട്ടാറുണ്ടായിരുന്നു. ഷറഹ് മുസ്ലിം ഒന്ന് എടുത്തു നോക്കണം. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. ഇതിൽ 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അൽ ഊല വസ്സാനി വസ്സാലിസ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ പറയാം, എഴുതി വെച്ചോളൂ. യതറത്തബു അലാ കൗനിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഔലാ ബിഹിം മിൻ അൻഫുസിഹിം അന്നഹു യജിബു അലൈഹിം ഈസാറു ത്വാഅതിഹി അലാ ഷഹവാതി അൻഫുസിഹിം. ഈ ഹദീസിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ? പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ഒന്നാമതായി കൊണ്ട് സ്വന്തം ഇച്ഛകളെക്കാൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ അവരുടെ മേൽ നിർബന്ധമാണ് എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഒന്നാമതായിട്ടുള്ള സന്ദേശം. ഇനിയോ വഇൻ ഷഖ്ഖ ദാലിക അലൈഹിം, അങ്ങനെ സ്വന്തം ആഗ്രഹങ്ങളും ഇച്ഛകളും മാറ്റി നിർത്തി നബിയെ അനുസരിക്കൽ നിർബന്ധമാകുന്നത് അവർക്ക് പ്രയാസമാണെങ്കിലും നബിയെ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ അനുസരിക്കണം. വഅൻ യുഹിബ്ബുഹു അക്സറ മിൻ മഹബ്ബതിഹിം ലിഅൻഫുസിഹിം, സ്വന്തം നഫ്സുകളെക്കാൾ ഏറ്റവും കൂടുതൽ ആ പ്രവാചകനെ ഇഷ്ടപ്പെടണം. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? വഖാല സല്ലല്ലാഹു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ വഫീ റിവായത്തിൻ ഉഖ്റാ മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. കണ്ടോ, ഈ ഹദീസ് പോലും കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. വഫീ റിവായത്തിൻ ഉഖ്റാ, മറ്റൊരു റിപ്പോർട്ടിൽ മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ, അവരുടെ കുടുംബങ്ങളെക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാൾ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം കൊടുക്കുന്നുണ്ട്. അനസിന് വലമ്മ ഖാല ഉമർ റളിയല്ലാഹു അൻഹു ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. ഉമർ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് പറഞ്ഞല്ലോ, എൻ്റെ നഫ്സിനേക്കാൾ അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങയെയാകുന്നു. ഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ നഫ്സിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായി തീരണം നിനക്ക്, എന്നാലേ നീ ശരിക്കും വിശ്വാസം പൂർത്തീകരിക്കുകയുള്ളൂ എന്ന്. എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നബി പറഞ്ഞു. ഫഖാല ലഹു ഉമർ, ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ഇപ്പോൾ എൻ്റെ നഫ്സിനേക്കാൾ ഏറ്റവും ഇഷ്ടം അങ്ങയെയാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. ഫഖാല ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആന യാ ഉമർ, അപ്പോൾ നബി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അതെ, ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായ വിശ്വാസിയായിരിക്കുന്നു. ഇത് ഇമാം ബുഖാരി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ഇത് തറഹു തസ്രീബ് ഫി ശറഹി തഖരീബ് എന്ന് പറയുന്ന ഗ്രന്ഥം, അത് പരിശോധിച്ചു നോക്കണം. എന്നിട്ട് എൻ്റെ സുഹൃത്തൊന്ന് മനസ്സിലാക്കണം, ഈ ഹദീസ് കൊടുത്തിട്ട് ഒരു മുഹദ്ദിസും, ലോകത്ത് അറിയപ്പെടുന്ന ഇമാം നവവിയെ പോലെ പൗരാണികരായിട്ടുള്ള മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇത് നാട്ടിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ജാറങ്ങളിൽ കിടക്കുന്ന ഔലിയാക്കളെയും ശുഹദാക്കളെയും അതുപോലെ തന്നെ മൺമറഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കളെയും ഒക്കെ വിളിച്ചു തേടാനുള്ള തെളിവാണെന്ന് പറഞ്ഞതായൊരു ഇബാറത്ത് ഈ സമസ്തക്കാരൻ ഉദ്ധരിക്കാമോ? വെല്ലുവിളിക്കുകയാണ് ഞാൻ. കഴിയുമോ? ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബി പറഞ്ഞിട്ടുണ്ടോ? ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇതാ കൂട്ടരെ, ഈ ഹദീസ് ഫദ്ഉനി അന വലിയുഹു എന്ന് പറയുന്ന ഈ സംഭവം, ഈ വരി ഉദ്ധരിച്ചിട്ട് ഇതാ കൂട്ടരെ, ഇത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ തെളിവാണത് കൊണ്ട് നിങ്ങൾ വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സാധിക്കൂല, നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്താ കാരണം? അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇതേ ഗ്രന്ഥത്തിൽ
എന്ന് പറയുന്നുണ്ട്. ഇസ്തംബത അസ്ഹാബുന ശാഫിഇയ്യ മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ അന്ന ലഹു അലൈഹി സ്വലാത്തു വസ്സലാം അൻ യഖുദ അത്അമ വശറാബ മിൻ മാലികിഹിമൽ മുഹ്താജ് ഇലൈഹിമാ ഇദാ ഇഹ്താജ അലൈഹി സ്വലാത്തു വസ്സലാം ഇലൈഹിമാ വഅലാ സാഹിബിഹിമാ അൽ ബദ്ലു വയുഫ്ദി ബിമുഹ്ജതിഹി മുഹ്ജത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിക്കൊണ്ട് ആ കാര്യങ്ങൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും വളരെ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് തെളിവല്ല സുഹൃത്തെ, അത് മനസ്സിലാക്കണം. ഉസ്താദുമാരെന്തെങ്കിലും തരുമ്പോഴേക്ക് അത് വാ തൊടാതെ അണ്ണാക്ക് തട്ടാതെ വിഴുങ്ങാൻ ശ്രമിക്കണ്ട. അതൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? അപ്പം അതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മനസ്സിലായല്ലോ? എന്ന് മാത്രമല്ല, മഹാനായ ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു പറയാൻ എന്ത് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ ലിഅന്നൽ ഫുഖറാ വൽ ഗാരിമീന ഹഖൻ ഫീ ബൈത്തുൽ മാൽ ഫി സദഖാത്ത്. കണ്ടോ, ബൈത്തുൽ മാലിൽ നിന്ന്, മുസ്ലിം സമൂഹത്തിന്റെ പൊതുസ്വത്ത് നിന്ന് ഇവർക്ക് അവകാശമുണ്ടാർക്ക് കടക്കാർക്കും അതുപോലെ ഫക്കീറുകൾക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് അവർ കടക്കാരനായി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ വീട്ടാൻ ബൈത്തുൽ മാൽ നിന്ന് പണമെടുക്കാം. ഇതൊക്കെയാണ് ഈ ഹദീസിന്റെ താല്പര്യം. അല്ലാതെ മരണപ്പെട്ടവരെ വിളിച്ച് തേടാം എന്നല്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളൂ. ഇനി മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. മഹാനായ ഇമാം നവവി തങ്ങൾ, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട് പോലും. എന്താ എഴുതിയിട്ടുള്ളത്? മദീന മുനവ്വറയിലെ നബിതങ്ങളുടെ ഖബറിൻ്റെ അരികിൽ പോയി ആ ഖബറിന് നേർക്ക് നേരെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കിക്കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാമെന്ന് ഇമാം നവവി പറഞ്ഞിട്ടുണ്ടത്രേ. ഹേ സമസ്തക്കാരാ, ആ വരികളുണ്ടല്ലോ, ثم يتأخر قدر ذراع إلى جهة يمينه فيسلم على أبي بكر ثم يتأخر ذراعا آخر فسلام على عمر رضي الله عنهما ثم يرجع إلى موقفه الأول قبالة وجه رسول الله صلى الله عليه وسلم فيتوسل به في حق نفسه ويتشفع به ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ വരികളുണ്ടല്ലോ, ആ വരികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. എന്താ അഭിപ്രായം? ഹേ സമസ്തക്കാരാ, ഞങ്ങളുടെ തെളിവ് ഇമാം നവവിയുടെ അദ്കാറിലെ ഗ്രന്ഥം, അദ്കാറോ മറ്റുള്ള ഗ്രന്ഥങ്ങളോ അല്ല. ലോകത്തെ ഏതെങ്കിലും ഇമാമിൻ്റെയോ ഏതെങ്കിലും മദ്ഹബിൻ്റെയോ ഗ്രന്ഥങ്ങളല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ദീനിൻ്റെ തെളിവ്. കേട്ടോ സമസ്തക്കാരാ, പഠിച്ചു വച്ചോ. ഞങ്ങളുടെ തെളിവെന്ന് പറയുന്നത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ സമുദായം രണ്ട് കാര്യങ്ങൾ അവർക്ക് ഞാൻ വിട്ടേച്ച് പോകുന്നു. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം വിട്ടേച്ച് പോകുന്നു. അതെന്താ? കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ കിതാബ്, വസുന്നത്തു റസൂലിഹി, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഇത് രണ്ടുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം, അടിസ്ഥാന പ്രമാണം. ഇതിൽ തെളിവുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇമാം നവവിയുടെ കിതാബ് നിങ്ങൾക്ക് ചിലപ്പോൾ ഖുർആനിനേക്കാൾ വലിയതാകാം. എന്നാൽ ഞങ്ങൾക്ക് ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കിതാബാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഞങ്ങൾക്ക് വലുത്. അതോടൊപ്പം തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് ആ ഖുർആൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രമാണം. അതിലൊരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാനുള്ള തെളിവില്ല. മുഹമ്മദ് നബിയെ തവസ്സുലാക്കാൻ ഇടയാളനാക്കി പ്രാർത്ഥിക്കാനുള്ള തെളിവില്ല. ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോ. ഇമാം നവവി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ലോകപ്രസിദ്ധനായ വളരെ അവഗാഹമുള്ള അഇമ്മത്തുകളിൽപ്പെട്ട പണ്ഡിതനാണ്, സംശയമല്ല. മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും തുടക്കത്തിലും അവസാനത്തിലും പല ഭാഗങ്ങളിലുമൊക്കെ അദ്ദേഹം അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിനോടാണ് ഇസ്തിഗാസ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഏതോ ആളുകൾ ഒരുപക്ഷെ കടത്തി കൂട്ടിയതാണോ ഈ വരികളെന്ന് ഞാൻ സംശയിക്കുകയാണ്.
അദ്ദേഹം എഴുതിയതാണ് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഇത് തെളിവല്ല, ഖുർആനും സുന്നത്തുമല്ലല്ലോ. ഇനി ഇമാം നവവി ഇങ്ങനെ എഴുതാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താ? ഇമാം നവവി നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അദ്കാർ തന്നെ എടുക്കുക. അദ്കാറിൻ്റെ അവസാനത്തിൽ പറയുന്നു, വഅസ്അലുഹു സുബ്ഹാനഹു ലനാ അജ്മഈൻ സുലൂക സബീല റഷാദ് والعصمة من أحوال أهل الزيغ والعناد والدوام على ذلك وغيره من الخير في ازدياد وأتضرع إليه سبحانه أن يرزقنا التوفيق في الأقوال والأفعال للصواب والجري على آثار ذوي البصائر والألباب إنه الكريم الواسع الوهاب وما توفيقي إلا بالله عليه توكلت وإليه متاب حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم والحمد لله رب العالمين أولا وآخرا وظاهرا وباطنا. ഇതാണ് ഇമാം നബവി പറയുന്നത്. അതായത് നല്ല തൗഹീദ്, നല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ഇതിന് തൊട്ട് മുമ്പ് പറയുന്നവ അനറാജിൻ, ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റജാ അള്ളാഹുവിനോടാണ്. നമ്മൾ മനസ്സിലാക്കണം. വഅസ്അലുഹു സുബ്ഹാനഹു, അദ്ദേഹം പരിശുദ്ധനായ റബ്ബിനോടാ തേടുന്നത്. എന്താ തേടുന്നത്? ലനാ അജ്മഈൻ, നമുക്കെല്ലാവർക്കും സുലൂക സബീല റഷാദ്, സച്ചരിതമായിട്ടുള്ള നേർമാർഗത്തിലൂടെയുള്ള പ്രയാണത്തിന് വേണ്ടി, വൽ ഇസ്മത മിൻ അഹ്വാലി അഹ്ലി സൈഅ വൽ ഇനാദ്, മാർഗഭ്രംശം സംഭവിച്ചിട്ടുള്ള, വഴിതെറ്റിയിട്ടുള്ള, ഇസ്ലാമെന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള പൂർണ്ണമായ സംരക്ഷണം, അതൊക്കെ റബ്ബിനോട് തേടുന്നത്. വദ്ദവാമ അലാ ദാലിക വഗൈരിഹി മിനൽ ഖൈരി ഫീ ഇസ്തിയാദ്, അതുപോലെ നന്മയിൽ മുന്നോട്ട് പോകാൻ, നിരന്തരമായി നന്മയിൽ മുന്നോട്ട് പോകാൻ, ആ നന്മ വർധനവുണ്ടാകാൻ, ഇതൊക്കെ റബ്ബിനോട് അദ്ദേഹം തേടാ. എന്നിട്ട് പറയുന്നു ഇലൈഹി സുബ്ഹാനഹു, കണ്ടോ, പരിശുദ്ധനായ റബ്ബിനോട് അദ്ദേഹം കീഴ്പ്പെട്ട് അതലറഉ എന്ന അങ്ങേറ്റത്തെ വിനയത്തോടുകൂടെ അദ്ദേഹം തേടുകയാണ്. അയ്യർസുഖനാ അത്തൗഫീഖ ഫിൽ അഖ്വാലി വൽ അഫ്ആലി ലിസ്സവാബ്, വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നന്മക്ക് വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് തേടുകയാണ്. ഇങ്ങനെയുള്ള ആ മഹാനായ പണ്ഡിതൻ എന്നിട്ട് അദ്ദേഹം പറയാൻ, ഇന്നഹുൽ കരീമുൽ വാസിഉൽ വഹാബ് വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി മതാബ്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ഇതാണല്ലോ തൗഹീദ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവനിൽ ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉന്നതൻ, എത്ര നല്ലവൻ എന്നൊക്കെ പറയാ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇങ്ങനെ തൗഹീദ് എഴുതുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ ഇമാം നവവി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിങ്ങൾ സൂചിപ്പിച്ച വരികൾ എഴുതാൻ പ്രയാസമാണ്. ഇനി അങ്ങനെ അത് എഴുതിയെന്ന് സമ്മതിച്ചാൽ തന്നെ അത് ദീനിൽ തെളിവല്ലതാനും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സുലിൻ്റെ ചില ഇനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ തവസ്സുൽ ചെയ്തോളൂ. മനസ്സിലായോ? എന്തൊക്കെ? അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകൾ എടുത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. ഇതൊക്കെയാണ് തവസ്സുല്. അതുപോലെ സ്വാലിഹായ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അദ്ദേഹത്തോട് ചെന്നിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണട്ടോ എന്ന് നേർക്കുനേരെ പറഞ്ഞോ, മരണപ്പെട്ട വലിയനോടല്ല. ഇതൊക്കെ അനുവദിക്കപ്പെട്ട തവസ്സുല. ഇത് ചെയ്തോ. ഇതല്ലാതെ മരണപ്പെട്ട നബിയുടെയോ മറ്റുള്ള അമ്പിയാക്കളുടെയോ ഔലിയാക്കളുടെയോ അതല്ലെങ്കിൽ ഊരും പേരും അറിയാത്ത മുനമ്പത്ത് വീവ്യക്കങ്ങളുടെ ആളാണല്ലോ, ഊരും പേരും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ തന്നെ വൈത്തുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അവരുടെ ഖബറിൻ്റെ അരികിൽ പോയിട്ട് തവസ്സുൽ നടത്താൻ മെനക്കെടേണ്ടതില്ല. അത് ഷിർക്കിലേക്കാണ് ആ പോകല്, ആ പ്രയാണം ഷിർക്കിലേക്കാണ്. അതുകൊണ്ട് സമസ്തക്കാരാ, അള്ളാഹുവിലേക്ക് മടങ്ങുക. ഏകനും പരിശുദ്ധനുമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുക. അള്ളാഹുവിന് പുറമെയുള്ള
മഹാത്മാക്കളെ വിളിച്ചു തേടിയാൽ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ, ദുആ ചെയ്താൽ, ഇസ്തിഗാസ നടത്തിയാൽ, ദുആ മാത്രമല്ല ഇസ്തിഗാസ നടത്തിയാൽ അവരത് കേൾക്കുകയില്ല. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും അവരെന്ത് ചെയ്യൂല, ഉത്തരം നൽകുകയില്ല എന്നാണ്. പരിശുദ്ധ ഖുർആൻ ഇത് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ച് നിങ്ങളുടെ ഷിർക്കുകൾ അവർ നിരാകരിക്കും, നിഷേധിക്കും, നിങ്ങൾക്കെതിരായി റബ്ബിനോട് സാക്ഷി പറയും. ഏതുപോലെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്രൈസ്തവ സഹോദരങ്ങൾക്ക് എതിരെ സാക്ഷി പറയുന്നത് പോലെ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതുപോലെ മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളുണ്ടല്ലോ, നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ നടത്തുന്ന ആ മഹാപണ്ഡിതന്മാരും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ അവരോട് അല്ലാഹു തആല ചോദിക്കും. അപ്പോൾ അവർ നിങ്ങൾക്കെതിരെ പറയും. അതുകൊണ്ട് റബ്ബിനെ മാത്രം വിളിച്ചു തേടുക. എന്താ നിങ്ങൾക്ക് പ്രയാസം? നേരിട്ട് റബ്ബിനെ വിളിച്ചു തേടാൻ എന്താ പ്രയാസം? അതിന് പണം കൊടുക്കേണ്ടതില്ല, അതിന് മുസ്ലിയാരുടെ സാന്നിധ്യം വേണ്ട. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് ചെയ്യാൻ എല്ലാ അഹങ്കാരവും അഹന്തയും മാറ്റിവെച്ചുകൊണ്ട് പരലോകത്തോർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരിക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.